ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നു വെച്ചാൽ നമ്മളെല്ലാം ഒരു കുഞ്ഞിനെ നമ്മൾ ട്രെയിൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയേണ്ട, വീഡിയോയിലേക്ക് എടുക്കാം. അതിന് മുമ്പ് ഒരു കാര്യം പറയാണ്ട്, ഇപ്പോൾ വീഡിയോസിനൊക്കെ ലൈക്ക് കുറവാണ്. മാക്സിമം എല്ലാവരും ലൈക്ക് ഒന്ന് ചെയ്യുക. അപ്പോൾ ലൈക്കോ ചോദിക്കുന്നുള്ളൂ, സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നില്ല. അപ്പോൾ ദയവായി ഇത് ഒന്ന് ലൈക്ക് അടിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം. അപ്പോൾ ഗൈസ്, ഇപ്പോൾ ഒരു വൈകുന്നേരം സമയമായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ ഒരു ക്ലാരിറ്റീൻ്റെ പ്രശ്നം ഉണ്ടാവും. വേറെ ഒന്നല്ല, ഫോണൊക്കെ ഫുള്ളും പോയിട്ടുണ്ട്. പുതിയ ഫോണൊക്കെ എടുക്കണം. പിന്നെ അതല്ല, പിന്നെ വൈറ്റ് വാഷും അടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വെളിച്ചം കൂടി ക്യാമറയിലേക്ക് അടിക്കും. അപ്പോൾ നമ്മളെ ലോഫ്റ്റിൽ ഇപ്പോൾ നോക്കിയാൽ വെച്ചാൽ കുറേ നമ്മളെ ഡോറൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ പ്രാവ് ഡോറിൻ്റെ മുകളിൽ നിന്നിട്ട് ഇപ്പോൾ ഡോറിങ്ങനെ തൂങ്ങിപ്പോകുന്നുണ്ട്. അതൊക്കെ നല്ല രീതിയിൽ തന്നെ സ്ക്രൂ ചെയ്ത് ഫിറ്റ് ചെയ്യണം. നല്ല പണിയുണ്ട്. അപ്പോൾ കൂടുതൽ ലാഗാക്കുന്നില്ല, നമുക്കൊന്ന് പ്രാവുകളെ പോയിട്ട് പിടിച്ച് വായ്ക്കൂട്ടിലേക്ക് ഇടാം. അപ്പോൾ ഗൈസ്, ഈ പ്രാവിനാണ് നമ്മൾ ചുറ്റിച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിപ്പോൾ 2 കള്ളിയായിട്ടുണ്ട് നമ്മളെ ഈ കുഞ്ഞ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഇതിനെ പെട്ടെന്ന് തന്നെ ചുറ്റിച്ചെടുക്കണമെന്ന്. അപ്പോൾ അങ്ങനെ കള്ളി കൂടുന്നതിനനുസരിച്ച് പ്രാവ് പറക്കാത്ത അവസ്ഥയിലാവും. അതുകൊണ്ട് ഇപ്പോൾ 2ാമത്തെ കള്ളി ഇങ്ങനെ പൊട്ടി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിനെ ചുറ്റിച്ചെടുക്കണം. അപ്പോൾ ഇതിൻ്റെ തുണയായിട്ടുള്ള വേറെ ഒന്നുമുണ്ട്, എന്നെയും കൂടി ചുറ്റിച്ചെടുക്കണം. അതൊക്കെ ടൈമുള്ളപ്പോൾ ഞാൻ ചുറ്റിച്ചെടുക്കുന്നുണ്ട്. വീഡിയോ പറ്റുന്ന പോലെ നമ്മൾ വീഡിയോ എടുക്കാൻ നോക്കുക. എന്തായാലും നമ്മൾ കുഞ്ഞനെ വായ്ക്കൂട്ടിലിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒപ്പം ഇടാനുള്ള ഒരു ഡയോപ്രാവിനെ പിടിച്ചിട്ട് ആ വായ്ക്കൂട്ടിലേക്ക് ഇടുക. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മളെ ഡയോപ്രാവ്. അപ്പോൾ നമ്മളെ എല്ലാ കുഞ്ഞന്മാരെയും ഇതിൻ്റെ ഒപ്പം വിട്ടിട്ടാണ് നമ്മൾ ചുറ്റിച്ചെടുക്കൽ. അപ്പോൾ ഇതിനെ പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പ്രാവ് തന്നെയാണ്. അപ്പോൾ ഇതിനെ നമുക്ക് ഇനി ആ വായ്ക്കൂട്ടിലേക്ക് ഇടാം. അപ്പോൾ ഗൈസ്, നമ്മളെ ഡയോപ്രാവിനെ നമ്മൾ ആ വായ്ക്കൂട്ടിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇവർക്ക് 2 പേർക്കും കുറച്ച് വെള്ളം അടിച്ചു കൊടുക്കണം. അപ്പോൾ വെള്ളം അടിച്ചു കൊടുക്കാതെ നമ്മൾ പ്രാവിനെ പറത്താൻ പാടില്ല. അപ്പോൾ കുറച്ചെന്നെങ്കിലും നമ്മൾ അടിച്ചു കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇവർക്ക് 2 പേർക്കും വെള്ളം അടിച്ചു കൊടുക്കാം. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ 12 ml സെഞ്ചിലാണ് നമ്മൾ പ്രാവിന് വെള്ളം കൊടുക്കൽ. അപ്പോൾ ഇത് ഫുള്ള് നമ്മൾ കൊടുക്കില്ല, ഒരു പകുതി പോലെയാണ് നമ്മൾ പ്രാവിന് കൊടുക്കൽ. അപ്പോൾ എന്തായാലും നമുക്ക് ഇവർക്ക് 2 പേർക്കും നമ്മൾ വെള്ളം അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഗൈസ്, പ്രാവിനൊക്കെ നമ്മൾ വെള്ളം അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 2 മിനിറ്റ് വായ്ക്കൂട്ടിൽ വെച്ചിട്ട് നമ്മൾ ഈറ്റിങ്ങളെ ചുറ്റിക്കാൻ വിടുകയാണ്. അപ്പോൾ നമുക്ക് ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ ഗൈസ്, ഇനി നമുക്ക് കുഞ്ഞിനെ ചുറ്റിച്ചെടുക്കുക. അതോടൊപ്പം നമ്മൾ വേറൊരു കാര്യം പറയാണ്ട്, അപ്പോൾ നമ്മൾ പുതിയ രീതിയിലാണ് നമ്മൾ പറത്തുന്നത്. അപ്പോൾ ഇത് കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് കമൻറ്റ് ബോക്സിൽ, നമ്മളെ കുഞ്ഞന്മാരെ ഫസ്റ്റ് ടൈം വിടുമ്പോൾ വായ്ക്കൂടിൻ്റെ മുകളിൽ വെച്ചിട്ട് വിടണമെന്ന്. അപ്പോൾ അങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്. അതേപോലെ എനിക്കത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്. എത്രത്തോളം സക്സസ് ആവുമെന്ന് അറിയാൻ പറ്റൂല. എന്തായാലും നമ്മൾ വായ്ക്കൂടിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട് കുഞ്ഞനെ. ഇനി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പ്രാവിനൊന്ന് ആട്ടി കൊടുക്കുക കുഞ്ഞനെ. അപ്പോൾ ഗൈസ്, നമ്മളെ കുഞ്ഞൻ പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം നമ്മൾ ഡ്രൈവർ വിട്ടുകൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി പറക്കുമെന്നൊന്നും അറിയാൻ പറ്റൂല, എവിടെയും പോയി ഇരുന്നാൽ അത് വേറെ സീനാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഡ്രൈവർ പ്രാവ് പറക്കുന്നുണ്ട്, കുഞ്ഞനെ ചാമ്പി വിട്ടിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞൻ ഓലമേലിരുന്ന്. അപ്പോൾ ഇതാണ് പ്രശ്നം, ഞാൻ എറിഞ്ഞാണ് വിടൽ. ഇതുവരെ എനിക്ക് ഓലമേലിരുന്ന പ്രശ്നം വന്നില്ല അന്ന് വിട്ടപാട്. അപ്പോൾ എല്ലാ കുഞ്ഞന്മാരെയും ഞാൻ അങ്ങനെ വിട്ടിട്ടുണ്ട് കൈ കൊണ്ട് എറിഞ്ഞിട്ട്, എന്നിട്ട് അത് ഇറങ്ങി തന്നിട്ടുമുണ്ട്. അപ്പോൾ ഇതൊരു പുതിയ രീതി ആയതുകൊണ്ട് എനിക്കൊരു കംഫേർട്ട് ഇല്ല, അതേപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞന്മാരെ എറിഞ്ഞിട്ട് വിടുമ്പോൾ എന്ന് വെച്ചാൽ നമ്മളെ ഹൈറ്റിലേക്ക് അങ്ങ് പറക്കുമ്പോഴല്ലേ പ്രാവിനിങ്ങനെ ഇരിക്കാനുള്ള ടെൻഡൻസി കുറവ്. ഇത് നമ്മൾ ചിറകടിച്ചിട്ട് പറക്കുകയല്ലേ, അപ്പോൾ എവിടെയെങ്കിലും വന്ന് ഇരിക്കും. അപ്പോൾ എല്ലാവരും പറയുന്നത് വായ്ക്കൂടിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇങ്ങനെ തെളിച്ചു കൊടുക്കാനാണ്. അപ്പോൾ എനിക്കത് ബെറ്ററായിട്ട് തോന്നിയില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. എന്തായാലും ഡ്രൈവർ പ്രാവ് ഇങ്ങനെ പറക്കുന്നുണ്ട്. അപ്പോൾ കുഞ്ഞൻ്റെ അവസ്ഥ ഒന്നും പറയാൻ പറ്റൂല. എന്തായാലും അടിപൊളിയായിട്ട് ഡ്രൈവർ പ്രാവ് നല്ലോണം ഇളകി കിട്ടിയിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ് നമ്മളെ ഡ്രൈവർ പ്രാവിനെ വിട്ടിട്ട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പ്രാവ് ഒരുമാതിരി പറക്കലൊക്കെ ആയിരുന്നു. അപ്പോൾ ഒക്കെ ലെവലായി വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കുറച്ച് വിഷമമായി കുഞ്ഞനെ ഓലമേരുന്നതുകൊണ്ട്. ഇനിയിപ്പോൾ നമ്മൾ അടുത്തൊരു വിടലിൽ നമ്മൾ സെറ്റാക്കാം. ഇതുവരെ പറക്കുന്ന രീതി നമ്മൾ കണ്ടില്ലല്ലോ ആ കുഞ്ഞൻ്റെ, അതുകൊണ്ടാണ്. അപ്പോൾ വിട്ടപാട് ഓലമേലിരിക്കുമ്പോൾ ഇനി വിടുമ്പോൾ ഓലമേലിരിക്കുമെന്നാണ് പേടി.
എന്തായാലും നമുക്ക് ഇനി അടുത്തൊരു പർത്തികയിൽ നമുക്ക് ഉഷാറാക്കാം. എന്തായാലും ഇനിയിപ്പോൾ നമ്മൾ ആ കുഞ്ഞനെ എങ്ങനെ ഇറക്കാൻ നോക്കണോ, അതാണ് മെയിനായിട്ട്. അപ്പോൾ ഗൈസ് നമ്മളെ ഡ്രൈവർ പ്രാവ് അത്യാവശ്യം നല്ല ഹൈറ്റ് കയറിപ്പോയിട്ടുണ്ട്. നമുക്ക് താന്ന് വരാൻ കുറച്ച് പ്രയാസമായിരിക്കും. അപ്പോൾ താന്ന് വന്നാൽ കുഞ്ഞൻ കണ്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അടിച്ച് പറക്കായിരിക്കും. അപ്പോൾ എന്തായാലും നല്ല ഹൈറ്റിലാണ് പ്രാവുള്ളത്. ഇപ്പോൾ താന്ന് വരുമ്പോൾ കുഞ്ഞൻ കണ്ടിട്ട് പറക്കുമെന്ന് അറിയില്ല. എന്തായാലും നമ്മൾ കല്ലെത്ത് എറിയൊന്നുമില്ല ഒലമലേക്ക്. പറക്കുകയാണെങ്കിൽ പറന്നോട്ടെ കുഞ്ഞ്, വെറുതെ പേടിപ്പിച്ചിട്ട് അതിനെ മിസ്സാക്കുന്നില്ല. അപ്പോൾ അത്യാവശ്യം നല്ല ലോങ്ങിലാണ് പ്രാവുള്ളത്. ഹൈറ്റ് കയറി പോകുന്ന പ്രാവാണ്, അതുകൊണ്ടാണ് വിട്ടപാട് ഹൈറ്റ് കയറി. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ആ കുഞ്ഞൊന്ന് എങ്ങനെ സെറ്റാക്കി എടുക്കണം. എന്തായാലും ഫസ്റ്റത്തെ വിടലല്ലേ, ചിലപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു നല്ലൊരു വിടൽ ഉഷാറാക്കണം. അപ്പോൾ ഓലമ ഇരുന്നതാണ് ഒരു ചടപ്പായിട്ട് തോന്നിയത്. ഓലമ ഇരുന്നില്ലെങ്കിൽ സെറ്റാകുന്നു. എന്തായാലും ശരി, നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. ഇപ്പോൾ ഗൈസ് നമ്മളെ ഡ്രൈവർ പ്രാവ് കുറച്ച് താന്നൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കുറച്ചും കൂടി താവണം, എന്നാലേ കുഞ്ഞിന് മര്യാദയ്ക്ക് കാണാൻ പറ്റൂ. അപ്പോൾ എന്തായാലും ഡ്രൈവർ പ്രാവിനൊന്ന് താന്ന് പറക്കാനും കുറച്ച് മടിയാണ്, ഹൈറ്റ് കയറുന്ന പ്രാവായതുകൊണ്ടാണ്. അപ്പോൾ അത് തുണ വേണ്ട ആ ഡ്രൈവർ പ്രാവിന്, ഒറ്റയ്ക്ക് തന്നെ പറക്കും. അപ്പോൾ ഡ്രൈവർ പ്രാവിനെ സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് പറക്കുന്ന പ്രാവിനൊക്കെ ആയിട്ട് മാക്സിമം സെറ്റ് ചെയ്യാൻ നോക്കുക. എന്താണെന്ന് വെച്ചാൽ കുഞ്ഞൻ മിസ്സായാലും നമ്മളെ കളത്തിൽ നിന്ന് ഇങ്ങനെ താനേ പറക്കുമല്ലോ, തുണല്ലാതെ. അപ്പോൾ എന്തായാലും ഇത് പ്രാവ് അത്യാവശ്യം നല്ലോണം തന്നെ പറക്കുന്നുണ്ട്, സിംഗിളായിട്ട് തന്നെയാണ് പറക്കുന്നത്. ഇനി വേറെ തുണയൊന്നും വേണ്ടി വരില്ല. അങ്ങനെയാണ് ഞാൻ ട്രെയിൻ ചെയ്തത്, അതുകൊണ്ടാണ് ഇങ്ങനെ പറക്കുന്നത്. അല്ലെങ്കിൽ വേറെ ഒരു പ്രാവ് ഇല്ലെങ്കിൽ ചില പ്രാവുകൾ ഇറങ്ങും. അപ്പോൾ എന്തായാലും ഈ പ്രാവ്, എൻ്റെ ഈ ഡ്രൈവർ പ്രാവ് ഇറങ്ങൂല, അത് 100% ഉറപ്പാണെങ്കിൽ. അപ്പോൾ എന്തായാലും നമ്മളെ കുഞ്ഞനിതാ ഈ തെങ്ങുമലാണ് ചവിട്ടിയത്. ഇനി അതിനെ കാണുന്ന പോലും ഇല്ല, അത് പുറമേക്ക് വരുമ്പോൾ ഞാൻ കാണിച്ചിരുന്നുണ്ട്. ഉള്ളോട്ട് അങ്ങ് നിൽക്കുകയാണ് പ്രാവ്. അപ്പോൾ ഗൈസ് നമ്മളെ കുഞ്ഞനതാ പുറമേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ പുറമേയുള്ള ഒരു ഓലമലാണ് ഇരിക്കുന്നത്, ഉള്ളിൽ നിന്ന് പുറമേക്ക് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഡ്രൈവർ പ്രാവ് കുറച്ച് താന്നിട്ടാണ് പറക്കുന്നത്. അപ്പോൾ അതിനെ കണ്ടാൽ ചിലപ്പോൾ പറക്കുകയായിരിക്കും, ഒന്നും പറയാൻ പറ്റൂല. അപ്പോൾ എന്തായാലും പറക്കുകയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ ഇറക്കാൻ നോക്കണം. ഫസ്റ്റത്തെ ചുറ്റിപ്പല്ലേ, അതുകൊണ്ട് കൂടുതൽ നേരം പറക്കാൻ സമ്മതിക്കല്ലേ. അപ്പോൾ പറക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. ചിലപ്പോൾ പ്രാവ് കതച്ചിട്ട് എവിടെയും വീണോയാലോ എന്ന ഇതാണ്. അപ്പോൾ ചില പ്രാവുകൾ വെട്ടിട്ടാലും ഇറങ്ങിത്തരൂല കുഞ്ഞന്മാർ, നല്ല സ്റ്റാമിന ഉള്ള കുഞ്ഞന്മാരായിരിക്കും. അപ്പോൾ എന്തായാലും ഇത് പറഞ്ഞാലല്ലേ എന്തേലും പറയാൻ പറ്റൂ. അപ്പോൾ എന്തായാലും ഇനി ഇത് പറക്കുമ്പോൾ അല്ലെങ്കിൽ ഇത് ഇറങ്ങുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് നല്ല കാറ്റുണ്ട്. അപ്പോൾ പ്രാവ് പറക്കുന്ന രീതി കണ്ടാൽ തന്നെ മനസ്സിലാവും, നല്ല ഫ്ലോയിലാണ് പറക്കുന്നത്. അപ്പോൾ ആ കാറ്റിൻ്റെ എതിരെയാണ് പറക്കുന്നത്, നല്ല സ്പീഡ് പറക്കുന്നുണ്ട് പ്രാവ്. അത്യാവശ്യം ഹൈറ്റ് തന്നെയാണ്, ഇറങ്ങി വന്നിട്ടൊന്നുമില്ല. അപ്പോൾ എന്തായാലും പ്രാവ് അങ്ങനെ പറക്കട്ടെ. അപ്പോൾ നമ്മളെ ഡ്രൈവർ പ്രാവ് നമ്മളെ കുഞ്ഞന് ഇതുവരെ ഓലമെന്ന് പറഞ്ഞിട്ടൊന്നുമില്ല, ഇതുവരെ അവിടെ തന്നെ നിൽക്കുന്നുണ്ട് കുഞ്ഞ്. അപ്പോൾ അത് പറക്കുമോ അല്ലെ ഇറങ്ങിത്തരുമോ എന്നൊന്നും പറയാൻ പറ്റൂല. എന്തായാലും ഡ്രൈവർ പ്രാവ് ആണെങ്കിൽ അത് തന്നെ പറക്കട്ടെ, അതിനെ അങ്ങനെ ഇറക്കാൻ നോക്കാം കുറച്ച് കഴിഞ്ഞിട്ട്. അപ്പോൾ ഗൈസ് നമ്മളെ കുഞ്ഞിന് പ്രതീക്ഷിക്കാതെ അടിച്ച് പറന്നുണ്ട്. എന്തായാലും അത്യാവശ്യം നല്ല പറവയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇനി അതിൻ്റെ മേലെ പറക്കുന്ന പ്രായൻ്റെ പരം പറക്കുന്നൊന്നും അറിയില്ല. എന്തായാലും താന്നിട്ടാണ് നമ്മളെ കുഞ്ഞൻ പറക്കുന്നത്. എന്തായാലും താന്നിട്ട് പറന്നോട്ടെ, പെട്ടെന്ന് തന്നെ ഇറക്കാനുള്ളതാണ്. ഹൈറ്റ് കയറി പോകുമ്പോൾ പിന്നെ ബുദ്ധിമുട്ടാണ് പെട്ടെന്ന് ഇറക്കാൻ. എന്തായാലും കുഴപ്പമില്ല, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പ്രാവ് പറക്കുന്നുണ്ട്, ഹൈറ്റ് കയറുന്നുണ്ട്. അതുകൊണ്ട് മേലെ പറക്കുന്ന ഡ്രൈവർ പ്രാവിൻ്റെ കുഞ്ഞനാണത്. അപ്പോൾ അതിൻ്റെ ഒരു മെമ്മറിയോ സ്റ്റാമിന എല്ലാം ഉണ്ടാവും. അപ്പോൾ അത്യാവശ്യം നല്ല ലോങ് പോകുന്നുണ്ട് പ്രാവ്, പെട്ടെന്ന് ഹൈറ്റ് കയറുന്നുണ്ട്. ഇത് കാണുന്നത് നമ്മളെ കുഞ്ഞനാണ്. അപ്പോൾ ഡ്രൈവർ പ്രാവ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തോ മാറിപ്പോയിന്ന് തോന്നുന്നു. എന്തായാലും കുഞ്ഞനിങ്ങനെ കയറി പോകുന്നുണ്ട് മുകളോട്ട്. അപ്പോൾ നമ്മളെ ഡ്രൈവർ പ്രാവ് അതാ ടോപ്പ് പറക്കുന്നുണ്ട്. ക്യാമറ കാണുന്നുണ്ടോ അറിയില്ല. അപ്പോൾ താന്നിട്ടാണ് നമ്മളെ കുഞ്ഞൻ പറക്കുന്നത്. ഡ്രൈവർ പ്രാവിൻ്റെ കൂടെ പറക്കാൻ നോക്കുകയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഗൈസ് ഇതാ നോക്ക്, പെട്ടെന്ന് തന്നെ ഹൈറ്റ് കയറി പോയിട്ടുണ്ട്. ഞാൻ കണ്ടിട്ട് പോലും ഇല്ല. രണ്ടുപേരും അതാ സെറ്റ് പിടിച്ചിട്ട് അതാ പറക്കുന്ന ഹൈറ്റിൽ. അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ തന്നെയാണ് നമ്മളെ കുഞ്ഞൻ പറക്കുന്നത്. ഇനി കൂടുതലൊന്നും ഇങ്ങനെ പറത്തിക്കുന്നില്ല, നമുക്ക് ഇറക്കാൻ നോക്കുക. അപ്പോൾ എന്തായാലും അത്യാവശ്യം നല്ല പറവ കിട്ടുന്ന പ്രാവാണെന്ന് മനസ്സിലായിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഹൈറ്റ് കയറി പോയിട്ടുണ്ട് കുഞ്ഞൻ. അപ്പോൾ എന്തായാലും പെട്ടെന്ന് തന്നെ ഇറക്കാൻ നോക്കുക. എപ്പോൾ ഇറക്കാൻ നോക്കിയില്ലെങ്കിൽ പിന്നെ കുഞ്ഞൻ മിസ്സായിട്ട് പിന്നെ അതിൻ്റെ കയ്യിൽ ഇതാക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ പ്രാവിനെ ഇറക്കാൻ നോക്കുക. ഗൈസ് നമ്മളെ കുഞ്ഞനെ ഇറക്കാൻ തോന്നുന്നില്ല.
അപ്പോൾ അത്രയും നല്ല പറവയാണ് കാണിക്കുന്നത്. അത് രണ്ടുപേരും നല്ല സെറ്റ് പിടിച്ച് പറക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ടൈം വിട്ടാൽ ചില പ്രാവുകളൊന്നും സെറ്റ് പിടിക്കാതെയാണ് പറക്കുന്നത്. എന്താണെന്ന് അറിയില്ല. കുഞ്ഞിനെ നല്ലൊരു പ്രാവാണത്. വേറൊന്നും എനിക്ക് പറയാനില്ല. അല്ലാതെ എങ്ങനെ പറക്കൂലല്ലോ. എന്തായാലും നല്ല ക്വാളിറ്റി ഉള്ള പ്രാവിന് തന്നെയാണ് കിട്ടിയത് ഈ പ്രാവശ്യം. എന്തായാലും അവർ കൂടുതൽ നേരം പറത്തിക്കുന്നില്ല. എനിക്കിങ്ങനെ ഇറക്കാൻ തോന്നുന്നില്ല. ഇത് ഇങ്ങനെ പറവ കണ്ടിട്ട് അത് ഇറങ്ങണ്ടെന്നാണ് എൻ്റെ മനസ്സിൽ. പക്ഷേ ഇറക്കണോ, അല്ലെങ്കിൽ കുഞ്ഞിനെ മിസ്സാവും. അപ്പോൾ എന്തായാലും രണ്ടും കൽപ്പിച്ച് തന്നെ നമ്മളെല്ലാ പ്രാവിനെ അന്ന് പുറമേക്ക് ടെറസുമേലേക്ക് ഇറക്കുകയാണ്. അപ്പോൾ നമ്മളെ പ്രാവ് കണ്ടിട്ട് ഇറങ്ങുകയാണെങ്കിൽ ഇറങ്ങിക്കോട്ടെ, പറക്കുകയാണെങ്കിൽ പറന്നോട്ടെ. എന്തായാലും നമ്മൾ വെട്ടിടാത്ത പ്രശ്നം ഉണ്ടാവേണ്ട. എന്തായാലും വെട്ടിടാൻ പോവാണ്. അപ്പോൾ നമ്മൾ വല ഈ പിന്നമ്മൽ കുടുക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ വല അങ്ങനെ തുറന്ന് വെച്ചേക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പ്രാവുകളൊക്കെ ഇങ്ങനെ ഈ വലൻ്റെ ഈ സൈഡിൽ കൂടെ നമുക്ക് പുറമേക്കാക്കാം. അപ്പോൾ നമ്മളെല്ലാ പ്രാവിനെ തുറന്നുണ്ട്. ഇനി നമ്മൾ ഈ വലൻ്റെ ആയിക്കൂടെ നമ്മളെല്ലാ പ്രാവിനെ പുറമേക്കാക്കുകയാണ്. അപ്പോൾ നമ്മളെല്ലാ പ്രാവിനെയും നമ്മൾ ടെറസമ്മിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടെറസമ്മിലേക്ക് ഇട്ടുന്ന കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുഞ്ഞൻ പറക്കല്ലേ. അപ്പോൾ കുഞ്ഞനെ കിതപ്പ് വന്നാൽ എവിടെയെങ്കിലും ഇരിക്കാതെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഈ സ്ഥലങ്ങളോ ഈ പ്രാവുകളൊക്കെ ഇങ്ങനെ തുറന്നു വിട്ടാൽ അപ്പോൾ കുഞ്ഞന് കുറച്ചും കൂടി ടെൻഡൻസി ഉണ്ടാവും ഇവിടെ ഇറങ്ങാൻ. അതുകൊണ്ടാണ് നമ്മൾ പ്രാവിനെ അങ്ങനെ വെട്ടിടുന്നത്. ഈ വെട്ടിടാൻ മാത്രം പറയാൻ പറ്റൂല. നമ്മളെല്ലാ പ്രാവിനും ഇപ്പോൾ ചിറക് വന്നിട്ടുണ്ട്. അപ്പോൾ വീണ്ടും വെട്ടിക്കൊടുക്കണോ. നമ്മളെ വെട്ടുപ്രാവാണ് ഇതൊക്കെ. ഇതിൽ 2 കുഞ്ഞാനെ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാം വെട്ടുപ്രാവാണ്. ഇതൊരു സുഖമില്ലാത്ത കുഞ്ഞാണ്. അപ്പോൾ എന്തായാലും ഇപ്പോൾ തന്നെ ഓവർ ലെങ്ത് ആയിട്ടുണ്ട്. ഏകദേശം 14 മിനിറ്റ് ആവാനായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളിത് 2 പാർട്ടായിട്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും എല്ലാം കൂടി ഈ വീഡിയോയിൽ കൊള്ളൂല. അപ്പോൾ നമ്മളിനി അടുത്തൊരു പാർട്ട് പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി അടുത്തൊരു പാർട്ട് കാണുന്നവരെ ബൈ.